How was your day today? How was your day today? Uh, Today was a good day. Mm. What all things you did today? Was it a normal day like other days? Today, yes, normal day. Nothing Mm. special. Did you eat your did you have your Yes, dinner? yes. What did you eat? I eat chapati and egg curry. I eat ആണോ? I eat ആണോ? I eat. ഏഹ്? I ate. നമ്മൾ ഇന്നലെ ഇത് പറഞ്ഞില്ല. Sir, ഓക്കെ. പറഞ്ഞോ. I ate chapati and I egg ate curry. ചപ്പാത്തി. നമുക്കപ്പോ ഉം, ഇനി ഫെബിന് കുറച്ചും കൂടെ നമുക്ക് മൺഡേ മുതലേക്ക് അറിയത്തില്ല എപ്പോഴാണ് നീ ടൈം കിട്ടുന്നതെന്ന്. അപ്പൊ ഉള്ള ടൈമിൽ ഞാൻ മാക്സിമം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫ്ലുവന്റ് ആക്കാൻ Ah, വേണ്ടിയിട്ട് okay. ബേസിക് ഗ്രാമർ ഒക്കെ കുറച്ച് ഒന്നുകൂടെ ഒന്ന് നമുക്ക് ബ്രഷ് അപ്പ് ചെയ്യാം. ഓക്കെ. സോ എല്ലാം കൂടെ നമുക്ക് വേണ്ടാത്തതൊന്നും ഞാൻ പഠിപ്പിക്കുന്നില്ല. Okay. ബേസിക് ആയിട്ടുള്ളത് ഫെബിൻ എപ്പോഴും ഫ്ലുവന്റ് ആക്കാനായിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഇന്നലെ നമ്മൾ ആ ടേബിൾ ആയിരുന്നല്ലേ നോക്കിയത്? നോക്കിയായിരുന്നോ ടേബിള്? Ah, blue കാണാം. area. ഇതില് Ah, നമ്മൾ കാണാം. ഏതൊക്കെ ഇതില് നമ്മൾ ഏതൊക്കെ എടുത്തത്? പ്രസന്റ് വൺ, Blue വരെ കഴിഞ്ഞു. ബ്ലൂ ഫുൾ കഴിഞ്ഞോ? ഫെബിന് ഓർമ്മയില്ലായിരിക്കും അല്ലെ? ബ്ലൂ ഫുൾ കഴിഞ്ഞോ? ഉം ഫെബിന് തന്നെ ബ്ലൂ മനസ്സിലാകുന്നില്ലേ? കഴിഞ്ഞെന്നാണ് എന്റെ വിശ്വാസം. അതാ ഞാൻ പറഞ്ഞത്, നോട്ട്സ് ഫെബിൻ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് വെക്കുമ്പോ എനിക്ക് നമ്മള് ഫ്യൂച്ചർ വൺ വരെ ആയിട്ടുള്ളൂ, ബ്ലൂ തുടങ്ങിയിട്ടില്ല എന്നാ തോന്നുന്നു. ബ്ലൂ തുടങ്ങിയോ? ബ്ലൂ തുടങ്ങി, ഇന്നലെ തുടങ്ങി. ആണോ? ആം, അന്ന് ഞാനൊരു കാര്യം ഉം. ചോദിക്കാം. ആ പ്രസന്റ് വണ്ണിന്ന് ഞാൻ ചോദിക്കുവാണ്. ഹി റൈറ്റ് സ്റ്റോറിയുടെ അർത്ഥം അവൻ ഇപ്പൊ കഥ എഴുതുന്നു എന്നാണോ? ആ, അതോ കഥ എന്താണ് അതിന്റെ ശരിക്കുമുള്ള അർത്ഥം എന്താ? അവൻ കഥ, ഹി റൈറ്റ് സ്റ്റോറി, അതിന്റെ അർത്ഥം? ആ കഥ എഴു കഥ എഴുതുന്നു. കഥ എഴുതി കഥ എഴുതുന്നു. കഥ കഥ, എഴുതുന്നു. ഹലോ. കഥ എഴുതുന്നു. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എഴുതുന്നുണ്ടോ? ഇപ്പൊ എഴുതുന്നുണ്ടോ അവൻ ഹി റൈറ്റ് സ്റ്റോറി എന്ന് പറയുമ്പോ? എഴുതി. ആ ഇപ്പം എഴുതുന്നു. ഇല്ല, ഇപ്പൊ എഴുതുന്നില്ല. അത് നമ്മള് ഇന്നലെ എഴുതുന്നു, പറഞ്ഞു. ഇപ്പൊ എഴുതുന്നു. ഇപ്പൊ എഴുത് ഇപ്പൊ എഴുതുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഹി റൈറ്റ് സ്റ്റോറി എന്ന് പറയുമ്പം നമ്മൾ ഇങ്ങനെയൊക്കെ പറയാറില്ലേ? അവള് പാട്ടൊക്കെ പാടാറുണ്ട്, അവള് നല്ല ഡാൻസ് കളിക്കാറുണ്ട്, അവൻ നല്ലപോലെ പ്രസംഗിക്കാനൊക്കെ നല്ല കഴിവുള്ളവൻ, അവൻ പ്രസംഗിക്കാറൊക്കെ ഉണ്ട് എന്നൊക്കെ പറയത്തില്ലേ? ആ അ- അപ്പൊ അതിന്റെ അർത്ഥം അവൻ അപ്പൊ ചെയ്യുന്നുണ്ടെന്നാണോ? അവള് പാട്ടൊക്കെ പാടാറുണ്ട് എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം അവളിപ്പോ പാട്ട് പാടുവാണെന്നാണോ? ചെയ്യാറുണ്ട്. ആ ചെയ്യാറുണ്ട്, ആ ഒരു അർത്ഥമാണ് നമ്മുടെ പ്രസന്റ് വണ്ണിന്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. ആ മനസ്സിലായി. അതാണ്. ആ അപ്പോ മനസ്സിലായി. ആ ആ, അപ്പോ നമ്മള് ഈ ഒരു ഹി റൈറ്റ് സ്റ്റോറി, അത് അവൻ കഥ എഴുതുന്നു. അടുത്തത്, അടുത്തത് ഇത് കാണാലോ അല്ലെ? അപ്പോ കാണാം. അവര് അവര് കഥ എഴുതുന്നുണ്ട് എന്നെങ്ങനെ പറയും? അവർ കഥ എഴുതാറുണ്ട്. അവർ കഥ എഴുതാറുണ്ടെന്നോ? ആ ദേ റൈറ്റ് സ്റ്റോറി. ദേ റൈറ്റ് സ്റ്റോറി. ഇനി പാസ്റ്റ് വൺ എന്ന് പറയുമ്പോ അതിന്റെ ജസ്റ്റ് പാസ്റ്റ് ആണ്. ദാറ്റ് ഈസ് ഹി റൈറ്റിന് പകരം റോട്ട് വരും. അതറിയാലോ അല്ലേ? അത് നമ്മൾ ഇന്നലെ നോക്കിയതല്ലായിരുന്നോ? അറിയാം. ആ
അപ്പൊ ഞാനൊരു ആ പുതിയ നോക്കി വീട് നോക്കി. അപ്പൊ ഫ്രണ്ട് പറയുവാണ്, ഞാനൊരു പുതിയ വീട് വെച്ചടാ എന്ന് പറയുവാണ്. ഞാൻ പുതിയൊരു വീട് വെച്ചു. അപ്പൊ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഞാൻ പറയുന്ന പോലെ ഫെബിൻ പറയുകയാണ്, ഞാനൊരു പുതിയ വീട് വെച്ചു. അതെങ്ങനെ പറയും? ഐ ബിൽഡ് ആ ഹൗസ്. ഐ ബിൽഡ്. അപ്പൊ അവിടെ നമ്മൾ ഈ പ്രസന്റ് വൺ പറയുമ്പം എല്ലാം ഈ പച്ച ബോക്സിലെ സാധനമാണ് എഴുതേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. എന്നാൽ എന്നാൽ നമ്മുടെ പാസ്റ്റ് വൺ പറയുമ്പോൾ കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ ആ നീല ബോക്സിലുള്ളതാണ് പറയേണ്ടത്. മനസ്സിലായോ? അപ്പോ ഉം. ഞാൻ വീട് വെച്ചു എന്ന് പറയാനായിട്ട് ആ മനസ്സിലായി. BUILT ആണ് പറയുന്നത്. ഐ ബിൽഡ് എ ന്യൂ ഹൗസ്. ഐ മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. ഇനി അടുത്തത്. ഫെബിനി, ഐ ഐ ഐ നമുക്ക് ഇത് തന്നെ വെച്ച് വർക്ക്ഔട്ട് ചെയ്യാം. ആ, അവള് ഭക്ഷണം കഴിച്ചു. അവള് ബിരിയാണി കഴിച്ചു എന്ന് എങ്ങനെ പറയാം? ഷീ ഏറ്റ് ബിരിയാണി. ആ ഞാൻ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിന്ന് ആ, ഒരു പുതിയ ലെസൺ പഠിച്ചു. ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ. വേറെ എങ്ങോട്ടും നോക്കണ്ട, ഇവിടെ തന്നെ ഐ നീല ലേൺ ബോക്സ്. ആ ഐ ലേൺ ന്യൂ ലെസൺസ് ഫ്രം ഇംഗ്ലീഷ് ക്ലാസ്. ഐ ലേൺ എ ന്യൂ ലെസൺ ഫ്രം ഇംഗ്ലീഷ് ക്ലാസ്. വെരി ഗുഡ്. അടുത്തത്. ഉം, ആരബി മിസ് എനിക്കൊരു മെസ്സേജ് അയച്ചു. അറബി മിസ് സെൻഡ് മീ വൺ മെസ്സേജ്. ഗ്രേറ്റ്. അടുത്തത്. എന്റെ കൂട്ടുകാരി ഭയങ്കര റിച്ച് ആയി, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരി ഭയങ്കര സക്സസ്ഫുൾ ആയി. മൈ ഫ്രണ്ട് ബിക്കെയിം സക്സസ്ഫുൾ. ആ ഉം, അരുണിനെ ഒരു പട്ടി കടിച്ചു. ഒരു മിനിറ്റ്, ഞാൻ ഇന്നലെ ഇത് മാറ്റി പറഞ്ഞതായിരുന്നു, അത് വൃത്തിയോട്ടെ കറക്റ്റ് പറഞ്ഞു. ആണോ? ഞാൻ മറന്നുപോയി കേട്ടോ. ഡോഗ് ബിറ്റ് വരുൺ. അരുൺ. ഡോഗ് ബിറ്റ് അരുൺ. ഓക്കെ. ഞാനൊരു ഗ്ലാസ് പൊട്ടിച്ചു. ഐ ബ്രോക്ക് എ ഗ്ലാസ്. ഉം. ഉം, അവൾ എനിക്കൊരു പുതിയ ഫോൺ വാങ്ങി തന്നു. ഷീ ബോട്ട് എ ന്യൂ ഫോൺ. ഉം, ഷീ ബോട്ട് എ ന്യൂ ഫോൺ ഫോർ മീ. യെസ്, എക്സലന്റ്. അടുത്തത്. ഉം, അവൻ ഒരു പുതിയ കാറ് കൊണ്ടുവന്നിട്ടുണ്ട്. ഷീ ഉം, പുതിയ പുതിയൊരു കാറ് കൊണ്ടുവന്നിട്ടുണ്ട് അവൻ വീട്ടിലോട്ട്. ഷീ ബോട്ട് എ ന്യൂ കാർ. ആ അവിടെ ബൈ ബൈ എന്ന് പറയുമ്പോൾ മേടിക്കുക എന്നാണ്. ബോട്ട്, അതിന്റെ പാസ്റ്റ് ബോട്ട്. ബ്രിങ് എന്ന് പറയുമ്പോ കൊണ്ടുവരിക, അപ്പൊ അതിന്റെ പാസ്റ്റ് ബ്രോട്ട്. ആറ്. ബൈയില് ആറില്ല, ബ്രിങ്ങില് ആറുണ്ടല്ലോ, അപ്പൊ ബ്രിങ്ങിന്റെ പാസ്റ്റ് ബ്രോട്ട് വരും. മനസ്സിലായോ? റോട്ടോ. ബ്രോട്ട്. BROU. റോട്ടോ. കാണുന്നില്ലേ ഇത്? ഓക്കെ. കാണുന്നില്ലേ? ഇത് കാണാവോ? കണ്ടു 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 കണ്ടു. ഞാൻ കുറച്ചും കൂടെ സൂം ചെയ്യുന്നുണ്ട്. കാണാം 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 കാണാം. അടുത്തത്. Okay, okay. പോലീസ് കള്ളനെ പിടിച്ചു. പോലീസ് കാച്ച് കള്ളൻ. തീഫ്. കോട്ട്. CAUGHT. പോലീസ് കോട്ട് തീഫ്. ഉം. ആ പോലീസ് കോട്ട് ദ തീഫ്. ഞാൻ ഉം, ഞാൻ അതിൽ നിന്ന്, ആ ബോക്സിൽ നിന്ന് ഒരു ചുവപ്പ് ബോള് സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ തിരഞ്ഞെടുത്തു. ഐ ചൂസ് എ റെഡ് ബോൾ ഫ്രം ദി ബോക്സ്. ചൂസ് അല്ല, ചോസ് ആണ് കേട്ടോ. ചൂസിന്റെ പാസ്റ്റ് ചോസ് ആണ്. ഓക്കെ. ഐ ചോസ് എ റെഡ്. ആ
അടുത്തത്, ഞാൻ രാവിലെ ചായ കുടിച്ചു. ഇപ്പം ഞാൻ രാവിലെ ചായ കുടിച്ചു. ഐ ഡ്രാങ്ക് എ ടീ അറ്റ് മോർണിംഗ്. ഇൻ ദ മോർണിംഗ്. ഇൻ ദ മോർണിംഗ്. ഇൻ ദ മോർണിംഗ്. ആ, അപ്പൊ ഇപ്പൊ ഫെബിന് ഒരു ക്ലാരിറ്റി കിട്ടിയില്ലേ എന്താണ് ഈ പാസ്റ്റ് എന്നുള്ളത്? ഏ ആ അതെ. അപ്പോ കിട്ടി കിട്ടി. നമ്മൾ കിട്ടി. അപ്പൊ ഉം അവൾ ഒരു വീട് വെച്ചോന്ന് എങ്ങനെ ചോദിക്കും? ഉം? അവള് ഒരു വീട് വെച്ചോ എന്നെങ്ങനെ ചോദിക്കും? അവളൊരു വേൾഡ് വെച്ച് വന്നു. അവളൊരു വീട് വെച്ചോ? അവളൊരു വീട് വെച്ചായിരുന്നോ നമ്മൾ ചോദിക്കത്തില്ലേ? അവളൊരു പുതിയ വീടൊക്കെ വെച്ചായിരുന്നോ? ആ, അതെങ്ങനെ ചോദിക്കും? Did she build ഉം did she build a house? അപ്പൊ അതില് ഈ ബിൽഡ് ആണോ വരുന്നത് അതോ ഈ ബിൽഡ് ആണോ വരുന്നത്? ഡിഡ് ഷീ ബിൽഡ് എന്ന് പറയുമ്പോ ഈ ബിൽഡ് ആണോ, പച്ചയാണോ, നീല ബിൽഡ് ആണോ? ര- ഏ നീല നീല നീല. അ- അല്ല, ഡിഡ് വരുമ്പോ ഓൾറെഡി ഡിഡിൽ ഒരു പാസ്റ്റ് ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ അവിടെ പച്ചയാണ് ഉപയോഗിക്കുന്നത്. ആ ഡിഡ് ഷീ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ലേ ചോദിക്കുന്നത്, അല്ലാതെ ഡിഡ് ഷീ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ലല്ലോ ചോദിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായി. അതെ, ചോദ്യത്തിൽ എന്തായാലും ഒരു ഡിഡ് ഉണ്ടല്ലോ, ഓൾറെഡി പാസ്റ്റ് ആ ഉണ്ടല്ലോ. മനസ്സിലായി ഡിഡ് മനസ്സിലായി. പാസ്റ്റ്. ആ, ആ എനിക്ക് തോന്നുന്നത് ഫെബിന് നല്ല ഉറക്കം വന്ന് നിൽക്കും, അപ്പോഴാണ് അതൊരു ഇതൊക്കെ കൂട്ടി ഇല്ല ഇല്ല ഒരുമാതിരിയൊക്കെ. ഇല്ല. എത്ര മണിയായി അവിടെ? ഇല്ല ഇല്ല ഇല്ല. എത്ര മണിയായി അവിടെ? ഇവിടെ 7 മണിയായത്. ആ, ഏഴ് ശരി. മണിയായത്. അപ്പൊ ഉറക്ക സമയം ഒന്നും ആയിട്ടില്ല. 7:15. ശരി ശരി, ഓക്കെ. അപ്പൊ ഇപ്പം ഫെബിന് ക്ലിയർ ഇല്ല. ആയോ? ക്ലിയർ ആയോ? ഇന്നലത്തേക്കാൾ ക്ലിയർ ആണ് കുറച്ചും കൂടെ ക്ലിയർ ആണ് ക്ലിയർ. മനസ്സിലായി അല്ലേ? ഇനി ഫ്യൂച്ചർ വൺ എന്ന് പറയുമ്പം ഹി വിൽ റൈറ്റ്, ഞാൻ അതെ. ചെയ്യും, ഞാൻ എഴുതും. അത് തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാം. വിൽ ഹി റൈറ്റ്, ഹി വോണ്ട് റൈറ്റ്, വോണ്ട് ഹി റൈറ്റ്, അല്ലേ? അത് നമ്മൾ ഇന്നലെ നോക്കിയില്ലേ? നോക്കിയായിരുന്നില്ലേ? നോക്കി ആ, അപ്പൊ അവിടെയും അവൻ അത് ചെയ്യും, അവൾ അത് നോക്കി നോക്കി ചെയ്യും. നോക്കി. ആ ആ അത് പറയാനായിട്ട് ഏതാ ഫെബിൻ സെലക്ട് ചെയ്യേണ്ടത്? ഹി വിൽ ഈ പച്ച ബോക്സിൽ നിന്നാണ് എടുക്കേണ്ടത്. മനസ്സിലായോ? അവൾ ഒരു വീട് വെക്കും എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയും? പെട്ടെന്ന് പറഞ്ഞു. അവൾ ഒരു വീട് വെക്കും. ഷീ വിൽ ബിൽഡ് എ ആ ഹൗസ്. ഞാൻ ബിരിയാണി കഴിക്കും. ഐ വിൽ ഈറ്റ് ബിരിയാണി. ആ ഞാൻ പിള്ളേര് പിള്ളേര് പുതിയൊരു ലെസൺ പഠിക്കും. സ്റ്റുഡൻസ് വിൽ ലേൺ എ ന്യൂ ലെസൺ. അപ്പൊ ഇതിനെ ഞാൻ പഠിപ്പിക്കണ്ടല്ലോ അല്ലേ? ഇതിപ്പം ബാക്കി ഫെബിൻ നോക്കിയാൽ മതി. ഓക്കെ, ഒരു ഹോംവർക്ക് പോലെ ആ നമുക്ക് എല്ലാം കൂടെ അത് ഇവിടെ അത് ഇരുന്ന് ഈ ചെയ്യുവാണെങ്കിൽ ഗ്രീൻ എന്ന് എടുത്താൽ മതിയല്ലോ ഫ്യൂച്ചർ ആണെങ്കിൽ. ഫ്യൂച്ചർ ആണെങ്കിൽ ഗ്രീൻ. മഞ്ഞയിലോട്ട് പോകരുത്, മഞ്ഞയുടെ ആയിട്ടില്ല നമ്മൾ. ഓക്കെ, ആ ശരി ശരി. ശരി ശരി. ഇതൊന്ന് സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുത്തോ കേട്ടോ. ആ അല്ലെങ്കിൽ വേണ്ട, ഞാൻ അയച്ചു തരാം. ഓക്കെ എന്നോടൊന്ന് എടുത്തു. പേഴ്സണലി ചോദിച്ചാൽ മതി. അടുത്തത് ശരി ശരി. അടുത്തത് നമ്മൾ നീലയിലോട്ട് ചാടുവാണ്. ഇനി ഡൗട്ട് ഉണ്ടെന്ന് പറയൂ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല, നമ്മൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം. ശരി ശരി. അടുത്തത് നീല വരുമ്പോഴത്തേക്ക് ഹി ഈസ് റൈറ്റിംഗ് സ്റ്റോറി. ഓക്കെ, അതിന്റെ അർത്ഥം അവൻ കഥ എഴുതുകയാണ്. കഥ എഴുതുകയാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോ ഇപ്പൊ അവൻ എന്ത് ചെയ്തോണ്ടിരിക്കുവാണ് ഫെബിനെ? ഇപ്പൊ അവൻ എന്ത് ചെയ്യാണ്? കഥ എഴുതും. ആ കഥ എഴുതും. നമ്മൾ കഥ എഴുതുകയാണ്. മനസ്സിലായോ? ഇപ്പൊ നടക്കുന്ന ഒരു അത് കുറെ നേരമായിട്ട്, ഇപ്പൊ മുതൽ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. എഴുതുകയാണ്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോ അവൻ അവിടെ നിന്ന് കഥ എഴുതുവാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് ക്ലിയർ ആണ്. ആ അപ്പോ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഹി ഇസ് ഈ പച്ചയുടെ കൂട്ടത്തിൽ ഒരു ING ഇട്ട് കൊടുത്താൽ മതി. ആ ഒരു ടെൻസ് പറയാനായിട്ട്. മനസ്സിലായോ? ആ മനസ്സിലായോ? ഈ എന്ന് പ്രസന്റ് ടൂവില്. പ്രസന്റ് ടു. പ്രസന്റ് ടു ഒക്കെ നമ്മൾ കഴിഞ്ഞല്ലോ. സോറി സോറി. അല്ലല്ല. പ്രസന്റ് ടൂയില്. ഓക്കെ, ഹി ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി. എനിക്ക് തോന്നുന്നത് ഫെബിൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കണം കേട്ടോ നല്ലപോലെ, അല്ലെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞൊക്കെ ആ പോകും. ആ നോക്കാം. ആ അപ്പോ പ്രസന്റ് ടൂവില് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഒരു പച്ച ബോക്സിന്റെ അകത്തുള്ള സാധനത്തിന്റെ കൂട്ടത്തിൽ ING ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായോ? ഹി ഈസ് അല്ലെങ്കിൽ ഡേ ഒരു ആറ്. കുറെ പേര് വരുവാണെങ്കിൽ ഹലോ. ആറ് പറയാം. ഹലോ. ഹലോ.
ഹലോ, ആ കേക്കാവോ? ബ്രേക്ക് ആയി പോയി ഇടയ്ക്ക്. ആ പറഞ്ഞു. ആ ഇപ്പം കേൾക്കും, ഇപ്പം കേൾക്കും. ആ ആ ഇപ്പം കേൾക്കാം. ആ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം. അവര് അവര് കുഴിമന്തി കഴിക്കുകയാണ്. അവര് കുഴിമന്തി കഴിക്കുകയാണ്. അതെങ്ങനെ പറയാം? ദേ ആർ ഈറ്റിംഗ് കുഴിമന്തി. ആ, ഗ്രേറ്റ്. അടുത്തത്, അരുണും രാഹുലും ഉം, എന്താ, ഗിറ്റാർ പഠിക്കുകയാണ്. അരുൺ ആൻഡ് രാഹുൽ ആ, സ്റ്റഡി ഗിറ്റാർ. സ്റ്റഡി സ്റ്റഡി ആണോ? ലേണിംഗ് അല്ല, സ്റ്റഡി ലേണിംഗ് ഗിറ്റാർ. ലേണിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റഡി വെച്ച് പറയുവാണെങ്കിൽ എങ്ങനെ പറയും? സ്റ്റഡിങ് ആ ഗിറ്റാർ. അപ്പൊ ഞാൻ ഇനി അത് ഇനി ഒന്നുകൂടെ പറയണോ? വേണ്ടല്ലോ, ബാക്കി പറഞ്ഞു ചെയ്തോളുമല്ലോ. വേണ്ട വേണ്ട. ആ, അടുത്തത്, ഇന്നലെ നമ്മൾ ഇവിടെയായിരുന്നു സ്റ്റോപ്പ് ചെയ്തെന്ന് തോന്നുന്നല്ലേ ഫെബിൻ? ഉം. ആ, ഈ പ്രസന്റ് ടൂലെല്ലാം ഐ എൻ ജി വെച്ചല്ലേ അതെ. അവസാനിക്കുന്നത്? പ്രസന്റ് ടു മാത്രമല്ല, പാസ്റ്റ് ടൂവും ഫ്യൂച്ചർ ടു ഒക്കെ ING വരും. ഞാൻ പറഞ്ഞു തരാം. ഇനി നമ്മൾ നോക്കുന്നത് ആ പാസ്റ്റ് ടു ആണ് ഫെബിൻ. പാസ്റ്റ് ടു. ആ അപ്പോ കുറച്ചു നേരം മുമ്പ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഫെബിൻ എന്ത് ചെയ്യുമായിരുന്നു? കുറച്ചു നേരമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഏഹ്, ആ ഡിന്നർ കഴിക്കുമായിരുന്നു. ആ അപ്പോ അത് ഒറ്റ നിമിഷത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അല്ല, കുറച്ചു ടൈം. നേരം എടുക്കില്ലേ? കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമല്ലായിരുന്നോ? അപ്പൊ അവിടെ പറയേണ്ടതാണ് ഐ വാസ് ഈറ്റിംഗ് ഡിന്നർ. മനസ്സിലായോ? ആ ഓക്കെ ഓക്കെ. ആ അപ്പൊ ഹി വാസ് റൈറ്റിംഗ്. അപ്പൊ കുറെ കണ്ടിന്യൂസ് ആയിട്ട് ഏഹ്, കഴിഞ്ഞ അല്ലെങ്കിൽ പാസ്റ്റ് നടന്ന കാര്യങ്ങൾ പറയാനായിട്ടാണ് നമ്മളിവിടെ അത് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് ടു. മനസ്സിലായോ? ആ മനസ്സിലായി. ആ അപ്പോ ഇവിടെ ഈ ബോക്സ് നോക്കിയിട്ട് ആ ദേ അവള്, ഈ കേഴ്സർ കാണാലോ അല്ലേ ഞാൻ മൂവ് ചെയ്യുന്നത്? ആ കാണാം കാണാം. അപ്പൊ അവള് പച്ചക്കറി മേടിക്കുകയായിരുന്നു എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഷീ ബൈയിങ് വെജിറ്റബിൾസ്. ഷീ ബൈയിങ് വെജിറ്റബിൾസ് എന്ന് പറയുമോ? അതിന്റെ ഇടയ്ക്ക് ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴല്ലല്ലോ നടന്നത്. നേരത്തെ അവള് നേരത്തെ അവള് പച്ചക്കറി മേടിക്കുകയായിരുന്നു കുറച്ചു നേരം മുമ്പ്. അപ്പൊ അത് ഒരു നിമിഷമല്ല, കുറെ നേരമായിട്ട് അത് നടക്കുമായിരുന്നു. അപ്പൊ എന്ത് പറയും? ബൈയിങ് ബൈയിങ് ഇല്ലേ? ആ, ആണ്, പക്ഷെ ഷീ ബൈയിങ് അല്ല, ഷീ വാസ് ബൈയിങ്. വാസ് ഉപയോഗിക്കാം കേട്ടോ. ഷീ വാസ് ബൈയിങ്. ഓക്കെ ഓക്കെ. ഷീ വാസ് ബൈയിങ് വെജിറ്റബിൾസ്. നമ്മൾ ഇവിടെ പ്രസന്റ് ടൂയില് ഇസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇസും അല്ലെങ്കിൽ കുറെ പേരുണ്ടെങ്കിൽ ആറ്, ഐ ആണെങ്കിൽ ആം. മനസ്സിലായോ? ആ ഓക്കെ. ഇവിടെ ഇവിടെ പാസ്റ്റ് വരുമ്പോ ഒന്നെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ. മനസ്സിലായോ? ആ ആ ഓക്കെ. WERE. അപ്പോ അടുത്ത വേറൊരെണ്ണം ചോദിക്കാം. അവര് മീൻ പിടിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങള് മീൻ പിടിക്കുകയായിരുന്നു. ഹലോ. ഹലോ, ഹലോ. കേക്ക്. ഓക്കെ. ഇടയ്ക്ക് ഞങ്ങളെല്ലാരും ബ്രേക്ക് ആവാതാ. ഞങ്ങളെല്ലാരും കൂടി ആം, ഹലോ. കുളത്തിൽ നിന്ന്. ഹലോ, കേക്കാവോ? ഹലോ. ഇപ്പൊ കേക്ക്, ഇപ്പൊ കേക്ക്, കേക്ക്, ഇപ്പൊ കേക്ക്. ഞങ്ങളെല്ലാരും കൂടി മീൻ പിടിക്കുകയായിരുന്നു എന്ന് എങ്ങനെ പറയും? ആ, രാവിലെ രാവിലെ ഞങ്ങൾ എല്ലാരും കൂടെ വി മീൻ ആർ പിടിക്കുക. വി ആർ കാച്ചിങ് ഫിഷസ് ഇൻ ദ മോർണിംഗ്. അതിന്റെ അർത്ഥം ഇപ്പം നമ്മൾ പിടിച്ചോണ്ടിരിക്കുവാണ്. വി ആർ ക്യാച്ചിങ് ഫിഷ്. ഞങ്ങൾ രാവിലെ വി മീൻ. വേർ ആ വി വേർ വി കാച്ചിങ് ഫിഷസ് ഇൻ ദ മോർണിംഗ്. ആ അപ്പോ വി വെർ ക്യാച്ചിങ് ഫിഷസ്. ഈ ഫിഷിന്റെ പ്ലൂറല് ഫിഷ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരേ തരം മത്സ്യം കുറെ ഉണ്ടെങ്കിൽ, ഇപ്പൊ മത്തി എന്ന് പറയുന്ന മീൻ, അത് തന്നെ കുറെ ഉണ്ടെങ്കിൽ, ഒരു മത്തിയാണെങ്കിലും കുറെ മത്തിയാണെങ്കിലും നമ്മൾ ഫിഷ് എന്നേ പറയത്തുള്ളൂ. മനസ്സിലായോ? പക്ഷെ ഈ മത്തിയുടെ കൂടെ അയല അതുപോലെ കുറെ മീനുകൾ ഉണ്ടെങ്കിൽ, പല മീനുകളാണെങ്കിൽ നമുക്ക് ഫിഷസ് എന്ന് പറയാം. ക്ലിയർ ആണോ? പല ക്ലിയർ ക്ലിയർ. വെറൈറ്റീസ് ഓഫ് മീൻ ഉണ്ടെങ്കിൽ ഫിഷസ് എന്ന് പറയാം. അപ്പോ ദേ ഓക്കെ. വേർ ക്യാച്ചിങ് ഫിഷസ് അല്ലെങ്കിൽ ഫിഷ്. അല്ലേ? ഹലോ, കേക്കാവോ? കേക്കാം കേക്കാം. ഇപ്പൊ കേക്കാം. ആ ഇത് ഇപ്പൊ മനസ്സിലായോ? പാസ്റ്റ് ടു വരെ മനസ്സിലായോ?
മനസ്സിലായി മനസ്സിലായി. ഡൗട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ ഒന്ന് ചോദിക്കണം. ഫ്യൂച്ചറും കൂടെ ആ എടുക്കണോ? ആ എടുക്കാം. മറന്നു അല്ലെങ്കിൽ പോവോ? നാളെ എടുത്താൽ മതി. നാളെ എടുത്താൽ മതി. നാളെ ഇനി ഇല്ല, ഇനി മൺഡേയുടെ നാളെ കാര്യം അല്ല. അറിയത്തില്ല. മറ്റേ മൺഡേ മിസ് വരുമോ? മൺഡേ ആ മാഡം വരുമോന്ന് എനിക്ക് അറിയത്തില്ല. ആം, ഇപ്പൊ ഇത്രയും ഫെബിൻ ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. നമുക്കെന്നാ ഒരു എനിക്ക് മിനി യെല്ലോയിലെ ആ യെല്ലോയിൽ യെല്ലോ ഒന്നും കൂടെ ഒന്ന് പറയാമോ? എല്ലാം ആദ്യത്തേത് ഈ റൈറ്റ് അല്ല, ഈ റൈറ്റ്. ആദ്യത്തെ പ്രസന്റ് വേണ്ട മാത്രം മതി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ്, നമ്മുടെ ഹാബിറ്റുകൾ. ഞാൻ എല്ലാ ദിവസവും 10 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് എണീക്കാറുണ്ട്. എണീറ്റാൽ ഉടനെ എനിക്ക് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം ഞാൻ കുടിക്കാറുണ്ട്. പിന്നെ ഞാൻ മിക്ക ദിവസവും എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അവൾ എപ്പോഴും അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം മിക്കപ്പോഴും നടക്കുന്ന കാര്യങ്ങൾ അല്ലെ? ആ ആ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. അവിടെ ആ അത് പറയാനായിട്ടാണ് നമ്മൾ പ്രസന്റ് വൺ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. ആഹ് ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ. ഓക്കെ ഓക്കെ ആ ഓക്കെ. ഒരു കാര്യം കൂടെ ചെയ്യാം. ഈ ഫ്യൂച്ചർ ടു നമുക്കൊരു ഒരു എൻഡ്, ഒരു ഇതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഇതും കൂടെ ഒന്ന് നോക്കിയേക്കാം. ബാക്കി രണ്ടെണ്ണം പിന്നെ പഠിക്കാം. ഓക്കെ. ഏതിന്റെ ഫ്യൂച്ചർ ടു? ഓക്കെ ഓക്കെ. ഫ്യൂച്ചർ ടു എന്ന് പറയുമ്പം അവൻ കഥ എഴുതുകയായിരിക്കും എന്നാണ് ഫ്യൂച്ചർ ടുവിന്റെ അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫെബിൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇപ്പോഴല്ല ഫ്യൂച്ചറിൽ, ഞാൻ അടുത്ത ആഴ്ച എന്റെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ അടുത്ത നാളെ ഞാൻ നാളെ ഈ സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയായിരിക്കും എന്നൊക്കെ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടുള്ള ഫ്യൂച്ചർ അല്ലേ? കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷൻ നമ്മൾ പറയാനായിട്ടാണ് ഈ ഒരു ടെൻസ് ഉപയോഗിക്കുന്നത്. അത് നമ്മള് ഡിസിഷൻസ് ആകാം. ഞാൻ അടുത്ത ആഴ്ച ഒരു പരിപാടി അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഐ വിൽ ബി അറ്റൻഡിങ് എ പ്രോഗ്രാം. ഓക്കെ. അവൾ ഉറങ്ങുകയായിരിക്കും. അത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഫ്യൂച്ചറിൽ. അവളിപ്പോ എന്ത് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്ത് ചെയ്തായിരിക്കും അവൾ ആ സമയത്ത്? അവള് ചിലപ്പോ ഉറങ്ങുകയായിരിക്കും. ഷീ വിൽ ബി സ്ലീപ്പിംഗ്. മനസ്സിലായോ? സ്ലീപ്പിംഗ്. ഓക്കെ. അതാണ് ഈ ഫ്യൂച്ചർ ടു. എഴുതുകയായിരിക്കും, ഉറങ്ങുകയായിരിക്കും, പഠിക്കുകയായിരിക്കും. അപ്പൊ ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ അസ്യൂം ചെയ്യുകയാണ്. ആ അവളിപ്പോ അവള് അല്ലെങ്കിൽ കുറച്ചു നേരം കളയാൻ കഴിയുമ്പോ അവൾ ഉറങ്ങുമായിരിക്കും. ഓക്കെ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി മനസ്സിലായി. അവള് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ചെയ്യുന്നതായിരിക്കും. ഡിസിഷൻ കാണിക്കാനായിട്ടും ഉപയോഗിക്കും. ഐ വിൽ ബി ഗിവിംഗ് യു എ ടെസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഇടുന്നതായിരിക്കും മൺഡേ. ഐ വിൽ ബി ഗിവിംഗ് യു എ ടെസ്റ്റ് ഓൺ മൺഡേ. മനസ്സിലായോ? ഞാനൊരു ടെസ്റ്റ് നടത്തുന്നതായിരിക്കും നിങ്ങൾക്ക്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ ആ ടെസ്റ്റ് ഒരു ഡ്യൂറേഷൻ ഇല്ലേ? കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ ആക്ഷൻ കാണിക്കാനായിട്ട്. ഞാൻ അടുത്ത ആഴ്ച ഡൽഹിയിൽ പോകുന്നതായിരിക്കും. അപ്പൊ അതെങ്ങനെ പറയും? ക്ലിയർ ആണ് ക്ലിയർ ആണ്. ഞാൻ അടുത്ത ആഴ്ച ഡൽഹിയിൽ പോകുന്നതായിരിക്കും. ഐ വിൽ ബി ആ ഐ വിൽ ബി ഗോയിങ് ടു ഡൽഹി നെക്സ്റ്റ് വീക്ക്. കേട്ടില്ല. ഐ വിൽ ബി ആ ഗോയിങ് ടു ഡൽഹി നെക്സ്റ്റ് വീക്ക്. കറക്റ്റ്. അപ്പുറത്തെ റൂമിൽ കൂട്ടുകാരൻ ചാറ്റ് ചെയ്യുകയായിരിക്കും. അതും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എന്റെ കൂട്ടുകാരൻ ഇപ്പൊ ചാറ്റ് ചെയ്യുകയായിരിക്കും. മൈ ഫ്രണ്ട് വാസ് വിൽ ബി ചാറ്റിംഗ്. ആ മൈ ഫ്രണ്ട് വിൽ ബി ചാറ്റിംഗ് വിത്ത് സംവൺ. ഓക്കെ. ആ എന്ന് പറഞ്ഞു കഴിയുമ്പോ ചിലപ്പോ ഈ സമയം എന്ന് പറയുമ്പോ, അടുത്ത നിമിഷം എന്ന് പറയുമ്പോ ഫ്യൂച്ചർ അല്ലേ? ചിലപ്പോ അവൾ ഉറങ്ങുകയായിരിക്കും. അതെ. ഫ്യൂച്ചർ തൊട്ടടുത്തുള്ള നിമിഷം നമുക്ക് ഉദ്ദേശിക്കാം. അപ്പൊ അങ്ങനെ അസ്യൂം ചെയ്യുന്ന ഓക്കെ. കാര്യങ്ങളും തീരുമാനങ്ങളൊക്കെ തന്നെ ഈ ഒരു ഫ്യൂച്ചർ ടൂവിൽ പറയാം. ക്ലിയർ അല്ലേ? നോ ഡൗട്ട്സ്. ക്ലിയർ നോ ആണ് ഡൗട്ട്സ് ക്ലിയർ. റൈറ്റ്? യെസ് യെസ് യെസ്.
അപ്പൊ ഇതെല്ലാം തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാൻ പറ്റും. വിൽ ഹി ബി റൈറ്റിംഗ്, ആ വില്ല് എടുത്ത് മുമ്പിലോട്ട് ഇട്ടാൽ മതി. ഓക്കെ, വിൽ അല്ലെങ്കിൽ ഉം. വോണ്ട് എടുത്തിട്ടാ മതി. അപ്പൊ ആ നമ്മള് മഞ്ഞ ബോക്സും യെല്ലോ ബോക്സും പഠിച്ചു. ഇനി നമുക്ക് ഈ ആ രണ്ട് ബോക്സിൽ നിന്നും പ്രസന്റ് 3യും പ്രസന്റ് 4ഉം മാത്രം കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം അത്രയും നമ്മൾ ഡെയിലി യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ്. മനസ്സിലായോ? യൂസ് ചെയ്യും, റെയർ ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഞാനത് പറഞ്ഞു തരാം. എങ്കിലും ഓക്കെ ബാക്കി രണ്ടെണ്ണമാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബാക്കി വലുതായിട്ടൊന്നും. ഓക്കെ ആണ്. ഓക്കെ, സോ താങ്ക് യു. ഹലോ. ബ്രേക്ക് ടൈപ്പ്. ആ, അപ്പൊ നമുക്ക് മൺഡേ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹലോ. 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 ഹലോ.